എന്താ ക്ലാസ്സിൽ ഇത്ര ബഹളം? ഓഫീസ് റൂം കയറി കേൾക്കുന്നുണ്ടല്ലേ നിങ്ങളുടെ ബഹളം? എന്തായി ക്ലാസ്സിൽ ലീഡർ ഒന്നുമില്ലേ? കിച്ചല്ലേ ക്ലാസ്സിൽ ലീഡർ? ബഹളം ഉണ്ടാക്കുന്നവരുടെ പേര് എഴുതിയോ കിച്ചു? അത് പിന്നെ സാർ, ഞാൻ എല്ലാവരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞതാ. കിച്ചു ആണ് ഈ ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക സാർ. എടാ ദുഷ്ട, നീ എനിക്കിട്ട് വെച്ചല്ലേ, ഞാൻ ഇതിന് നിനക്ക് പണി തരുന്നുണ്ട്. എടാ നീ അവളോട് കളിക്കണ്ട, അവൾ ക്ലാസ്സിലെ ലീഡർ, അവസരം മുതലാക്കും അവൾ. ഒന്ന് പോടാ, ഈ ചാൻസിൽ അവൾക്കിട്ട് ഗോളടിക്കാൻ പറ്റുള്ളൂ. നീ സൂക്ഷിച്ചോ, നിനക്കിട്ട് അവളും ഗോളടിക്കും. നീ ആയിരിക്കും ഈ ക്ലാസ്സിൽ ഏറ്റവും ബഹളം വെച്ചിട്ടുണ്ടാവുക അല്ലേ കിച്ചു? അങ്ങനൊന്നുമില്ല സാർ, അവർ വെറുതെ പറയുന്നതാ. അത് സാർ, അവൾ സംസാരിച്ചിട്ടൊന്നുമില്ല. ഓക്കെ എല്ലാവരും മാത്സ് നോട്ട് എടുത്ത് ടേബിളിൽ വെക്കൂ. ഈ സാറിന് വേറെ പണിയൊന്നുമില്ലേ? കിച്ചു, നീ ചെയ്തിട്ടുണ്ടോ ഹോംവർക്ക്? അതെ, ഞാൻ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ നീ ചെയ്തിട്ടില്ലേ? എടാ നീ ചെയ്തിട്ടുണ്ടോടാ? നിനക്ക് എന്താ ബോസ്, ഞാൻ എന്തെങ്കിലും ചെയ്തു വന്നിട്ട് നീ കണ്ടിട്ടുണ്ടോ? എന്നാലും ചിലപ്പോൾ കുറച്ച് ദിവസം ലീവായതല്ലേ, നീ നന്നായിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ചോദിച്ചത്. എനിക്ക് കമ്പനിക്ക് നീ ഇല്ലടാ. ഒന്ന് പോടാ, ഞാൻ നന്നാവാൻ തീരുമാനിച്ചു. എടാ ചതിക്കല്ലടാ. ഇനി ഇങ്ങനെ നടന്നാൽ അച്ഛനും അമ്മയും വീട്ടിൽ കയറ്റില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ഒക്കെ ചെയ്തു വെച്ചു. എന്തായാലും ഇന്നും ഞാൻ ക്ലാസ്സിന്റെ പുറത്തായിരിക്കും. എനിക്ക് കമ്പനിക്കാരയിലും ഉണ്ടാവുമോ? ഞാൻ ചെയ്തിട്ടില്ല, ഇനി എന്താ ചെയ്യാ? അത് സാരമില്ല സാർ, അവിടെയൊക്കെ നോക്കി വരുമ്പോഴേക്കും നീ എൻ്റെ നോക്കി എഴുതിയെടുത്തു. ഓക്കെ, വേഗം ഞാൻ എഴുതിയെടുത്തോളാം. അയ്യോ, എൻ്റെ ബാഗിലേതാ ഈ നോട്ട്? അയ്യോ ഈശ്വര, ചതിച്ചോ. കിങ്ങിണിയുടെ നോട്ട് എന്താ എൻ്റെ ബാഗിൽ? ഇനിയിപ്പോ എന്താ ചെയ്യുക? അവൾ എന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചതാ എൻ്റെ നോട്ട് ഉണ്ടോ എന്ന്. ഞാനാണെങ്കിൽ ഇല്ല എന്നും പറഞ്ഞു. ഇനി അവൾക്ക് കൊടുത്താൽ ഇന്ന് അവൾ എന്നിട്ട് യുദ്ധമായിരിക്കും. എന്താ കിച്ചു, എന്താ പറ്റിയത്? ഒന്നും പറയണ്ട മോളെ, കിങ്ങിണിയുടെ ബുക്ക് എൻ്റെ കയ്യിൽ. അതിനെന്താ, അത് അവൾക്ക് കൊടുത്താൽ പോരെ? നമുക്ക് രണ്ടുപേർക്കും ഇന്റർവെല്ലിന് പോയി കൊടുക്കാം. അതൊന്നും ശരിയാവില്ല മോളെ, അവൾ ഇന്ന് രാവിലെ എന്നോട് 100 വട്ടം ചോദിച്ചതാ എൻ്റെ ബുക്ക് നിന്റെ കയ്യിലുണ്ടാന്ന്. ഞാനില്ലെന്നും പറഞ്ഞു. ഇനി ഇത് അവൾക്കാട്ടം കൊടുത്താൽ എന്ന് യുദ്ധമായിരിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോടി? നീ പേടിക്കാതിരിക്കുക, എന്തെങ്കിലും ഒരു വഴി കാണാം നമുക്ക് ആ ജിമ്പുവിനോട് എന്തെങ്കിലും വഴി ഉണ്ടാകും ചോദിച്ചാലോ? നിനക്കെന്താ പെണ്ണെ, വട്ടുണ്ടോ? എന്നിട്ട് വേണം അവൻ നേരെ പോയി അവളോട് പറഞ്ഞു കൊടുക്കാൻ. അതും ശരിയാണ്, നിന്നെ അവനക്ക് തീരെ കണ്ടൂടല്ലോ. അവരെന്തോ കാര്യമായി പറയുന്നുണ്ടല്ലോ, എന്താന്ന് ചോദിച്ചാലും നീ ചെല്ലി ഇപ്പൊ പറഞ്ഞു തരും. അല്ലെങ്കിൽ വേണ്ട, മിണ്ടാതെ കാത്തിരിക്കാം. നീ വിഷമിക്കാതിരിക്കുക, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. അടുത്ത പീരീഡ് ഇന്റർവെല്ലാണല്ലോ, ഓഫീസിൽ നിന്നും കിട്ടിയതാണെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോയി കൊടുത്താലോ? അത് ശരിയാണ്, പക്ഷെ അവൾ വിശ്വസിക്കോ? എന്തായാലും കൊടുത്തു നോക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ലല്ലോ. അതിന് മുന്നേ നിന്റെ മാത്സ് ബുക്ക് ഒന്ന് തുറന്നു വെക്കൂ, ഞാൻ വേഗം എഴുതിയെടുക്കട്ടെ. ഇതാ, വേഗം നോക്കി എഴുതിക്കോ. നീ വിഷമിക്കാതിരിക്കുക, ഇതിനൊരു പരിഹാരം നമുക്ക് കാണാം. എന്താ മീനു ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? കിച്ചുവിന്റെ നോക്കിയിട്ടാണോ എഴുതുന്നത്? പെട്ട് മോളെ, പെട്ട്. ഇനി എന്താ ചെയ്യുക? രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കൂ. അത് പിന്നെ സാർ, അവളുടെ വീട്ടിൽ ഇന്നലെ. കിച്ചുവിനോട് ഞാൻ ചോദിച്ചില്ലല്ലോ. അത് പിന്നെ സാർ, ഇന്നലെ എൻ്റെ വീട്ടിൽ മുത്തശ്ശിക്ക് തീരെ സുഖമില്ലായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് എഴുതാൻ പറ്റാതിരുന്നത്. അതിന് ഞാൻ ഇത് ഇന്നലെ എഴുതാൻ പറഞ്ഞതല്ലല്ലോ. ഇത്ര ദിവസം സ്കൂളില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു, അതാ എഴുതാതിരുന്നത്. കിച്ചു എന്തിനാ കാണിച്ചു കൊടുക്കാൻ നിൽക്കുന്നത്? അത് പിന്നെ സാർ. രണ്ടുപേരും ക്ലാസിന്റെ പുറത്തു പോയി നിൽക്കൂ. അതെന്തായാലും നന്നായി, അവർക്കത് വേണം. നീ ഇത്ര ദുഷ്ടനാണോ? പിന്നല്ലാതെ, അവർ എപ്പോഴും എനിക്കിട്ടല്ലേ പണി തരാറ്. എന്തായാലും നന്നായി. സോറി സാർ, ഇനി ഇത് ആവർത്തിക്കില്ല. അതൊന്നും പറ്റില്ല, രണ്ടുപേരും ക്ലാസിന്റെ പുറത്തു പോയി നിൽക്കൂ. രക്ഷപ്പെട്ടടി. സന്തോഷിക്കാൻ വരട്ടെ, അടുത്ത പീരീഡ് ടീച്ചർ ഇല്ലല്ലോ. അടുത്ത പീരീഡിൽ ഞാനാ വരുന്നത്. ഇതിനുള്ള പണിഷ്മെന്റ് അപ്പോൾ തരണ്ട്. എന്തായാലും ഇവർക്ക് നല്ല ഭാഗ്യമുണ്ട്, രക്ഷപ്പെട്ടല്ലേ. രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല, അടുത്ത പീരീഡും സാറല്ലേ വരുന്നത്. നീ വല്ലാണ്ട് സന്തോഷിക്കണ്ട, നീയും ചെയ്തിട്ടില്ലല്ലോ, നീയും പുറത്താവും. ഞാൻ പിന്നെ എന്നും പുറത്തല്ലേ, എനിക്കിതൊന്നും പുത്തിരിയല്ല. എന്തായാലും അടുത്ത പീരീഡ് ഞാൻ വരാം. അടുത്ത പീരീഡിൽ നിനക്കൊരു സന്തോഷ വാർത്ത കൂടെ ഉണ്ട്. എന്താ സാറേ, അതിപ്പോ തന്നെ പറഞ്ഞിട്ട് പോയിക്കോ. അടുത്ത പീരീഡ് ഞാൻ വരുമ്പോൾ പറയുന്നുണ്ട്. അടുത്ത പീരീഡ് പറയണ്ട സാർ, ഇപ്പൊ പറഞ്ഞാൽ അത് കഴിയുമല്ലോ. എടാ, നീ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്, അത് ആദ്യം കാണിക്കുക, എന്നിട്ട് ഞാൻ പറയാം. സാറ് അടുത്ത പീരീഡ് തന്നെ പറഞ്ഞാൽ മതി സാറേ, എനിക്കൊരു തിരക്കൂല. എടി, കിച്ചു വരുന്നുണ്ട്, ഞാൻ മാറി നിൽക്കാം. എന്നെ കണ്ടാൽ അവൾ സംശയിക്കും. ശരിയടി, നീ ആ ഓഫീസിലേക്ക് ഇരുന്നു, ഞാൻ കൊടുത്തോളാം. കിങ്ങിണി ഒന്ന് നിൽക്കൂ. ചേച്ചിയോ? എന്താ ചേച്ചി? എന്റെ മാത്സ് നോട്ട്ബുക്ക് കാണാതായിട്ടുണ്ടായിരുന്നില്ലേ? അതെ ചേച്ചി. ഇതാ ആ നോട്ട്ബുക്ക്. എന്റെ മാത്സ് നോട്ട്ബുക്ക് ചേച്ചിക്ക് എവിടെ കിട്ടി? ഞാനിത് എത്ര തെരഞ്ഞെന്നോ? അത് ഞാൻ ഓഫീസ് റൂമിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്നത് കണ്ടു. വെറുതെ പേര് നോക്കിയപ്പോൾ നിന്റെ പേരാ കണ്ടത്. അപ്പോഴെനിക്ക് തോന്നി നിന്റേതാവുമെന്ന്. അപ്പൊ ഞാൻ ഇങ്ങനെ എടുത്തതാ. എന്തായാലും താങ്ക് യു ചേച്ചി, ഞാൻ കുറേ തെരഞ്ഞതാ, എനിക്ക് കിട്ടിയതേ ഇല്ല. ഓഫീസ് റൂമിൽ എങ്ങനെയാണോ പോലെ എത്തിയത്?
അത് ചിലപ്പോൾ വല്ല ടീച്ചേഴ്സും കൊണ്ടുവച്ചതാവും ക്ലാസ്സിൽ നിന്നും കിട്ടിയപ്പോൾ. ഓക്കെ ചേച്ചി. എങ്കിൽ ശരി ചേച്ചി, ഞാൻ ക്ലാസ്സിലേക്ക് പോട്ടെ. ചേച്ചിനോട് പറഞ്ഞോളാം എൻ്റെ ബുക്ക് കിട്ടിയെന്ന്. ചേച്ചിയുമായി ഇന്ന് കുറെ തല്ലുകൂടിയതാ. ഓക്കെ കിങ്ങിണി, ഞാൻ പറഞ്ഞോളാം. എന്തായാലും സമാധാനമായി. ഇനി ടീച്ചർക്ക് ധൈര്യമായി കാണിച്ചു കൊടുക്കാലോ. അവൾ പോയോ? അവൾ പോയി. സംശയമൊന്നുമില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട്, നിന്നോട് പറയാൻ പറഞ്ഞു. സമാധാനമായി. ഒരു യുദ്ധം ഒഴിവായി. അങ്ങനെ സമാധാനിക്കാൻ വരട്ടെ. അടുത്ത പീരീഡ് വീണ്ടും സാറല്ലേ, ഇനി എന്താവോ ഉണ്ടാവും. നീ വിഷമിക്കാതിരിക്കടി, ഒരു പീരീഡ് നമുക്ക് പുറത്ത് നിൽക്കാം. പിന്നെ എന്തോ ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ സാർ, എന്താണാവോ അത്? എന്തായാലും നമുക്ക് കേൾക്കാം. വാ, ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ബെല്ലടിക്കും. അതാ ബെല്ലടിച്ചു, വാ പോവാം. രണ്ടുപേരോടൊന്നും ഇനി ക്ലാസ്സിൽ കയറണ്ട എന്ന് പറഞ്ഞതല്ലേ? അത് പിന്നെ സാർ, ഞങ്ങൾ ഇനി ഈ തെറ്റ് ആവർത്തിക്കില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് കേട്ടിട്ട് നിങ്ങൾ രണ്ടുപേരും പുറത്തു പോയിരുന്നോളൂ. സാറത് മറന്നിട്ടില്ലടാ, രണ്ടുപേരും ഇന്ന് പുറത്ത്. എന്താ ജിബു അവിടെ സംസാരം? ജിബു നേരത്തെ അവിടെ അല്ലല്ലോ ഇരുന്നിരുന്നത്, പൊസിഷൻ മാറിയിരിക്കൂ. ഈ സാറിന് വല്ലാത്തൊരു ഓർമ്മ തന്നെ. ഒട്ട് തന്നെ ഇരുന്ന മോനെ. സാർ എന്താ ഗുഡ് ന്യൂസ്, വേഗം പറയൂ. അത് പിന്നെ നമ്മുടെ സ്കൂളിൽ നിന്നും 2-3 ദിവസത്തേക്ക് ഒരു ടൂർ പോകുന്നുണ്ട്, അതാണ് ഗുഡ് ന്യൂസ്. ആണോ സാർ? എങ്ങോട്ടാ പോകുന്നത്? ആ കാര്യത്തിലൊന്നും തീരുമാനമായിട്ടില്ല. നിങ്ങളെല്ലാം പാരൻസിൻ്റെ ഉറപ്പ് വാങ്ങിയിട്ട് വരൂ. അതൊന്നും പോകുന്നത് പോലെ വലിയ ഊട്ടി കൂടാക്കാനായിട്ടായിരിക്കും. ചുമ്മാ ഒരു കാര്യമില്ലാതെ. ഇതങ്ങനെയൊന്നല്ല. ഇതൊരു 3-4 ദിവസം പിടിക്കും എന്തായാലും. അപ്പോൾ പറയാം നമുക്ക്. ഞാൻ ഇന്നലെ ഹോംവർക്ക് ചെയ്തതാണല്ലോ, പിന്നെ ഇങ്ങനെ ഇത് ഓഫീസ് റൂമിൽ എത്തുക. ഇത് ചേച്ചിയുടെ പണിയെന്നാണ് തോന്നുന്നത്. എന്തായാലും വീട്ടിൽ ചെല്ലട്ടെ.